കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മാതൃകയായി സതീശൻ എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഒരു സംഭവം നടന്നു. കാര്യം അടിയന്തര പ്രമേയം ഇപ്പം 3 ദിവസം കൊണ്ട് ചേർത്തുകൊണ്ട് അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിലക്കയറ്റത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിൽ മന്ത്രി പറഞ്ഞപ്പോൾ പെട്ടെന്ന് കോപാകുലനായി പച്ചക്കള്ളമാണ് പറഞ്ഞതെന്ന് വി.ഡി. സതീശൻ പറയുകയുണ്ടായി. ഇന്നിപ്പോൾ അത് അൺപാർലമെന്ററി ആണെന്ന് പറഞ്ഞ് നീക്കണമെന്ന് പറഞ്ഞ് സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയും ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഒരു മാതൃകയായിരിക്കല്ലേ സതീശൻ? അത് നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. മുൻപ് നമ്മൾ ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഞാൻ ലൈവായിട്ട് കണ്ട ഒരു സംഭവമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു സംഭവമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തി ഈ പറയുന്ന പോലെ കൊട്ടാരക്കരയിൽ വെച്ചിട്ട് വന്ധ്യവയോധികനായ വി.എസ്. അച്യുതാനന്ദനെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനം നടത്തി. അതിൻ്റെ പിന്നെ അത് വലിയ വിവാദമായി. അദ്ദേഹത്തെക്കുറിച്ച് എതിരാളികൾ പോലും പറയാത്ത ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് അത്തരം വലിയൊരു വിമർശനം, ഒരു പ്രയോഗമാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ വലിയ വിവാദമാകുന്നു, വലിയ ചർച്ചയാക്കുന്നു, മാപ്പ് പറയണമെന്നുള്ള ആവശ്യം വരുന്നു. ഗണേഷ് കുമാറാണ് ആ വ്യക്തി. അപ്പോൾ എന്താണ് പറയുക, അയാൾ അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ പിറ്റേന്ന് സഭ നടക്കുന്ന സമയമാണ്. പിറ്റേന്ന് രാവിലെ സഭ തുടങ്ങി. അന്നൊക്കെ 8:30-ക്കാണ് ഈ പറയുന്ന പോലെ സഭ നടക്കുക. ആദ്യം ചോദ്യത്തിലൂടെ തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അദ്ദേഹം സഭയിലേക്ക് വന്ന് ആദ്യം ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരിട്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വിഷയം ഉന്നയിക്കാൻ പറ്റുന്നതിന് അവസരം കൊടുക്കാതെ തന്നെ ഉമ്മൻചാണ്ടി ആദ്യം സ്പീക്കറുടെ അനുമതിയോടുകൂടി എണ്ണീറ്റിട്ട് നിന്ന് ഈ വിഷയത്തിൽ കാര്യം പറഞ്ഞുകൊണ്ട് താൻ അദ്ദേഹത്തിനും സഭയ്ക്കും വേണ്ടി മാപ്പ് ചോദിക്കുകയാണ്, സഭയോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടിട്ടുണ്ട്. അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം അതിനെയൊക്കെ വിമർശിച്ച ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവരാണെങ്കിലും അങ്ങനെ ചെയ്യാറില്ല. അതിൻ്റെ മറ്റൊരു തലമാണ് ഇന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടത്. അത് വി.ഡി. സതീശനിൽ നിന്നാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം വളരെ അനുകരണീയമായ ഒരു മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. അത് സഭാധ്യക്ഷനായ സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തു. അതിന്റെ പ്രശംസിച്ചു സ്പീക്കർ. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നലെ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയാണ്. ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനായിട്ട് ഭരണപക്ഷം അംഗീകരിക്കുകയും അങ്ങനെ 12 മണി മുതൽ ചർച്ച നടക്കുകയും ചെയ്തു. അപ്പോൾ മന്ത്രി മറുപടി പറയുന്നതിനിടയ്ക്ക് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് പറവൂരിലെ ഒരു വിഷയം അത് ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. അതിൽ പകുതിയാണ് വാസ്തവമായിട്ടുള്ള സംഭവം, പകുതി വാസ്തവവിരുദ്ധമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിന് മറുപടിയായിട്ട് സതീശൻ എണ്ണീറ്റ് അത് ഇച്ചിരി ഇതോടെയാണ് പെട്ടെന്ന് പ്രകോപനമുണ്ടായി. അദ്ദേഹം പറഞ്ഞാണ് മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും അങ്ങ് വന്നു പോയതാണ്. അങ്ങനെ ഒരു പ്രയോഗം നടത്തിക്കൂടാ. നിയമസഭയുടെ ഒരു നടപടിക്രമം നോക്കുമ്പോൾ അതിന്റെ ഒരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇതാണ്. അങ്ങനെ വന്നപ്പോൾ സഭയിലെ തന്നെ മുതിർന്ന ഒരു അംഗമായ മാത്യു ടി തോമസ്, അദ്ദേഹം ഭരണപക്ഷത്തുള്ള അംഗമാണ്, അദ്ദേഹം വി.ഡി. സതീശനോട് സംസാരിക്കുകയും അത് തെറ്റാണ്, അത് അൺപാർലമെന്ററി ആണ് ആ പ്രയോഗം, അത് പിൻവലിക്കാൻ നല്ലതായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. ഉടൻ തന്നെ അദ്ദേഹം അത് അംഗീകരിച്ചിട്ട് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഇങ്ങനെ പിൻവലിക്കണം, ആ പ്രയോഗം പിൻവലിക്കണം, സഭാരേഖകളിൽ നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്ന് അദ്ദേഹം സഭയിൽ വന്നപ്പോൾ ഈ വിഷയം അദ്ദേഹം സ്പീക്കറുടെ അനുമതിയോടുകൂടി സെനറ്റിൽ നിന്ന് ഈ വിഷയം പറഞ്ഞ് അത് തനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് സഭയ്ക്ക് മുന്നിൽ സമ്മതിച്ച് ആ പ്രയോഗം പിൻവലിച്ച് സഭയോട് മന്ത്രിയോട് അദ്ദേഹം ക്ഷമാപണം നടത്തി. അത് അദ്ദേഹം പറഞ്ഞു അന്നേരം ഉണ്ടായ ഒരു പ്രകോപനം, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നുപോയ ഒരു പരാമർശമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് 24 വർഷമായി, 25ാമത്തെ വർഷം പൂർത്തിയാക്കണം അദ്ദേഹം. അടുത്ത വർഷം കൊണ്ടാകുമ്പോൾ 25 വർഷം പൂർത്തിയാക്കും. 24 വർഷം കഴിഞ്ഞു അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ട്. അപ്പോൾ 24 വർഷത്തിനിടയ്ക്ക് തൻ്റെ ഈ പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് സഭയിൽ നിന്നും സഭാരേഖയിൽ നിന്നും നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന ഒരു ആൾക്കാർക്ക്, ഒരു തലമുറയ്ക്ക് തന്നിൽ നിന്നും താനൊരു മാതൃകയായിട്ട് മാറണം. താൻ അത്തരം ഒരു കീഴ്വഴക്കം, ഒരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ആ കാര്യം താൻ അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിക്കുകയും മന്ത്രിയുടെ ക്ഷമ ചോദിക്കുകയും ചെയ്തത്. അത് വലിയൊരു എന്താ പറയുക, അനുകരണീയമായ മാതൃക ആർക്കാണെങ്കിലും, പ്രതിപക്ഷത്തുള്ള വ്യക്തികൾക്കാണെങ്കിലും ഇനിയിപ്പോൾ ഭരണപക്ഷത്തുള്ളവർക്കാണെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ തെറ്റ് പറ്റുക സ്വാഭാവികമാണ്. സഭയിലൊക്കെ സംസാരിക്കുമ്പോൾ ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. ഭരണപക്ഷം പ്രതിപക്ഷം തമ്മിൽ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമാണല്ലോ സഭയിലൊക്കെ തന്നെ. ചിലപ്പോൾ അത് കയ്യാങ്കളിലേക്ക് പോകാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലും വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമാണ്. അതാണ് നിയമസഭയിൽ നടക്കുന്നത്. അപ്പോൾ ആ വാക്പോരിനിടയ്ക്ക് പെട്ടെന്ന് മനുഷ്യരാണ്, എന്താ പറയുക, ടങ് സ്ലിപ്പ് ഉണ്ടാകാം, ഏതെങ്കിലുമൊക്കെ വാക്കുകൾ തെറ്റായിട്ട് നമ്മളറിയാതെ തന്നെ നാക്കിൽ നിന്നും വീണ് പോകാം, പുറത്തേക്ക് വീണ് പോകാം. പിന്നീട് അത് നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, അതിന് ക്ഷമ പറയുക എന്നുള്ളതാണ്. അത്
ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ഒരു മാതൃകയായിട്ട് സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഇന്ന് അത് സഭയ്ക്ക് കാണിച്ചു തന്നു. ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താം, സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ തിരുത്താം. അത് ക്ഷമ പറയുന്നതിൽ ആരാണെന്നുള്ള ഒരു വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ആർക്കാണെങ്കിലും അത് മാപ്പ് പറഞ്ഞുകൊണ്ട് സ്പീക്കർ അത് പറഞ്ഞത് അനുകരണീയമായ ഒരു മാതൃകയാണ്. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ അതാണ്. നമുക്ക് തെറ്റുകൾ വരാം, ചില വാക്കുകളൊക്കെ നമ്മൾ അറിയാതെ തന്നെ പ്രയോഗിച്ചു പോകാം. അപ്പോൾ അത് വലിയ മറ്റു കാര്യങ്ങളൊന്നും അഭിമാന പ്രശ്നമായിട്ടൊന്നും ഇതിനെ എടുക്കേണ്ട കാര്യമില്ല. തെറ്റാർക്കും പറ്റും. അപ്പോൾ അതിനെ തുറന്നു പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് അത് മാപ്പ് പറയുക എന്നതാണ് ചെയ്യേണ്ടതെന്ന് സ്പീക്കറും പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പല പ്രസിഡൻസും ഉണ്ടായിട്ടുണ്ട്. മറുവശത്ത് ഈ പറയുന്ന ഇടതുപക്ഷം ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറയുന്നതിന് നമുക്കറിയാം, അവര് ഈ പറയുന്ന ക്ഷമ പറയണമെന്നൊക്കെ ആവശ്യപ്പെട്ടു, മറ്റു പല കാര്യങ്ങളിലും അത്തരത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവര് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഇരുന്നപ്പോൾ എതിർപക്ഷത്തിനെതിരെ പ്രത്യേക UDF-നെതിരായിട്ടുള്ള സഭയ്ക്കകത്തൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ രീതിയിൽ മനുഷ്യർ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും അവർ ക്ഷമ ചോദിച്ചിട്ടില്ല. ക്ഷമ ആവശ്യപ്പെട്ടാൽ UDF ആവശ്യപ്പെട്ടാൽ പോലും അതിനെ അവര് കെട്ട ഭാവം നടിക്കാതെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് ആവർത്തിക്കുന്ന നിലപാടുകളാണ് അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ സോളാർ കേസ് ഉയർന്നു വരുന്നത്. അന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പോലും വലിച്ചിഴച്ചുകൊണ്ട് സഭയിൽ വെച്ചുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം അന്തരിച്ചു പോയെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവര് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ ഏത് തരത്തിലാണ് അവഹേളിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ വിഷയത്തിൽ നിന്നും തന്നെ അവർ ഏതെങ്കിലും തരത്തിൽ മാപ്പ് പറയുകയോ അത് പിൻവലിക്കുകയോ സഭയിൽ അത് തെറ്റായി പോയെന്ന് ഏറ്റുപറയുകയൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, ആ ബാർക്കോഴ വിഷയത്തെ സമയത്ത് നമുക്കറിയാം അവർ കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ആ സഭ മൊത്തത്തിൽ അവര് തലകീഴായിട്ട് മറിച്ചത് സഭയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ആ സംഭവം ലൈവായിട്ട് എല്ലാവരും കണ്ടിരുന്നതാണ്. മലയാളികളായിട്ടുള്ളവരും എല്ലാവരും ലൈവായിട്ട് കണ്ട സംഭവമാണ്. പക്ഷെ അത് ഇപ്പോഴും അവർ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേസ് നടക്കുമ്പോൾ സുപ്രീം കോടതിയിൽ പോലും അവർ ചെന്നിട്ട് അതിനെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും ആ പ്രതികളായിട്ടുള്ള 6 MLA-മാരുണ്ട്. അതിൽ പലരും ഇപ്പോഴും MLA-മാരാണ്, ചിലരൊക്കെ MLA-മാരാണ്, മന്ത്രിമാരായിട്ടുണ്ടായിരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്നും തന്നെ അത് ഏറ്റു പറഞ്ഞിട്ടില്ല. അത് ജനം കണ്ട സംഭവമാണ് കേട്ടോ, ലൈവായിട്ട് കണ്ടതാണ്. ഒരു സഭയെ, ഒരു നിയമസഭ അടിച്ച് തകർക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിലൊരാൾ ഇപ്പോഴും മന്ത്രിയായിട്ടിരിപ്പുണ്ട്. സ്പീക്കറുടെ ചെയർ നശിപ്പിക്കുന്നു, അവിടുത്തെ കമ്പ്യൂട്ടറുകളൊക്കെ വലിച്ചെറിയുന്നു, അതിനകത്തെ ഡെസ്കിന് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നു. ഇതൊക്കെ ചെയ്തവരാണ്. അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും അവരതിന് ക്ഷമ പറയുകയൊന്നും ചെയ്തിട്ടില്ല. അതാണ് LDF-ന്റെ ഒരു കാലാകാലങ്ങളുടെ നിലപാട്. സഭയ്ക്കകത്ത് പറയുന്ന അവർക്ക് തെറ്റ് അവരെ ഏറ്റുപറയുകയും ചെയ്തില്ല. പക്ഷേ മറുവശത്ത് ആരെങ്കിലും ഒരു തെറ്റ് അബദ്ധവശാൽ ഉണ്ടായാൽ പോലും അവരതിനെ പ്രവചീകരിക്കുകയും അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയും അവരെ കൊണ്ട് ക്ഷമ പറയിക്കാനായിട്ട് ഏതറ്റം വരെയും പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്തായാലും ഇന്ന് സതീശൻ നടത്തിയത് നമുക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഒരുപക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് അനുകരണീയമായ ഒരു മാതൃക തന്നെയാണ്. ആർക്കും അത് വരുന്ന നാളുകളിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റാൻ ചൂണ്ടിക്കാട്ടാം, അല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കാം, ക്ഷമ പറയാം. അതൊന്നും ഒരു ചെറിയ കാര്യമല്ല. അത് ഒരാളെ ചെറുതാക്കില്ല, മറിച്ച് അയാളുടെ മഹത്വം ഉയർത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് സഭാ നടപടികളുടെ ഭാഗമാണുള്ളത്. സഭയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ജനപ്രതിനിധിയുടെ യശസ് ആ ജനങ്ങൾക്ക് മുന്നിൽ അത് ഉയർത്തുകയേ ചെയ്യുകയുള്ളൂ.